Hello my dear students, welcome to the crash program. I'm Tejas, your physics faculty, and today we are going to begin with the chapter Units and Measurements. See the first question. The ratio of the dimension of Planck's constant and that of moment of inertia is the dimension of. അപ്പോൾ നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഡയമെൻഷൻ ബൈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ ഡയമെൻഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടിങ് ഡയമെൻഷൻ ഉണ്ടാവുമല്ലോ, അത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ആണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. എന്നാണ് ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ബൈ ഡയമെൻഷൻ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അല്ലേ. എന്താണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? ജൂൾസ് സെക്കൻഡ് അല്ലേ. അതേപോലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I is equal to mr² അല്ലേ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കിലോഗ്രാം മീറ്റർ സ്ക്വയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എഴുതി കൂടെ? J എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂൾസ് സെക്കൻഡ് അല്ലേ. അപ്പോൾ അത് എനർജീൻ്റെ യൂണിറ്റ് ആണ്. എനർജീൻ്റെ ഡയമെൻഷൻ അറിയാലോ എന്താ? എനർജീൻ്റെയും വർക്കിൻ്റെയും ഒക്കെ ഡയമെൻഷൻ സെയിം ആണ്. എന്താ വരിക? ml² T⁻². പിന്നെ ഇൻറ്റു സെക്കൻഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ T ബൈ കിലോഗ്രാം മീറ്റർ സ്ക്വയർ അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? കിലോഗ്രാം എന്ന് പറയുമ്പോൾ M, മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? L². ആണോ? ഇനി എന്തൊക്കെയാണ് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുക? mm ക്യാൻസൽഡ് അല്ലേ. പിന്നെയോ L² ക്യാൻസൽഡ് ഔട്ട്. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? T⁻² ഉണ്ട്, അതേപോലെ തന്നെ T. അങ്ങനെയാണെങ്കിൽ എന്താ റിസൾട്ടിങ് ഡയമെൻഷൻ വരിക? T⁻⁻1 അല്ലെങ്കിൽ 1/T. ഇതാരുടെ ഡയമെൻഷനാ? ഓപ്ഷൻ ഡി, ഫ്രീക്വൻസി അല്ലേ. ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1/T ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി. റെഡിയാണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. പാർസെക് ഈസ് ദ യൂണിറ്റ് ഓഫ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താ ഈ പാർസെക് എന്ന് പറഞ്ഞാൽ? പാർസെക് നമ്മൾ പാരലാക്റ്റിക് സെക്കൻഡ് നമ്മൾ പിടിക്കാറില്ലേ. പാർസെക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ടു മെഷർ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരലാക്റ്റിക് സെക്കൻഡ് യൂസ് ചെയ്യുന്നത് അല്ലേ. 1 പാർസെക് ഈസ് ഈക്വൽ ടു, റിലേഷൻ ഓർമ്മയുണ്ടോ? എന്താ 1 പാർസെക് ഈസ് ഈക്വൽ ടു 3.08 ഇൻറ്റു 10⁻16 മീറ്റർ അല്ലേ. നിങ്ങൾ ചിലപ്പം പാരലാക്റ്റിക് സെക്കൻഡും അതേപോലെ തന്നെ ലൈറ്റ് ഇയറും തമ്മിലുള്ള റിലേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ലൈറ്റ് ഇയർ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. നമ്മൾ പ്രകാശ വർഷം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. എന്തായിരുന്നു ആ പാരലാക്റ്റിക് സെക്കൻഡും ലൈറ്റ് ഇയറും തമ്മിലുള്ള റിലേഷൻ ഓർമ്മയുണ്ടോ? എന്താണ്? 1 പാർസെക് ഈസ് ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയർ അല്ലേ. അപ്പോൾ എന്തായാലും ഈ പാർസെക് അല്ലെങ്കിൽ പാരലാക്റ്റിക് സെക്കൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഇറ്റ് ഈസ് ദി യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ ഓപ്ഷൻ ബി അല്ലേ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. In a system of units, if force F, acceleration A and time t are taken as fundamental units, then the dimensional formula of energy. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കും സാധാരണ നമ്മൾ മാസും ലെങ്ത്തും ടൈമും ആണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആയിട്ട് എടുക്കാറല്ലേ ജനറലി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫോഴ്സും ആക്സിലറേഷനും ടൈമും ആണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആക്കി എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനർജീൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ എനർജി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? എനർജിക്കും വർക്കിനും സെയിം യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വരിക? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, നമുക്കറിയാലോ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു Fs അല്ലേ. അപ്പോൾ എനർജിക്കും എന്ത് തന്നെയാണ്? സെയിം യൂണിറ്റ് തന്നെയാണ് വരിക. എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ഓൾറെഡി ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആക്കി എടുത്തത് കൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് F എന്ന് തന്നെ പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റോ? അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണ്ടേ അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയമെൻഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പറഞ്ഞോ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ആക്സിലറേഷൻ. ഇത് എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ലേ. ആക്സിലറേഷൻ ഇൻറ്റു ടൈം ചെയ്താൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടുമല്ലോ അല്ലേ. വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കിട്ടുമല്ലോ അല്ലേ. എന്തായാലും ലെങ്ത് തന്നെയല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ആക്സിലറേഷൻ ഉണ്ട്. ഒരു പ്രാവശ്യം ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റീൻ്റെ ഡയമെൻഷൻ കിട്ടി അല്ലേ. ഒരു തവണയും കൂടി മൾട്ടിപ്ലൈ ചെയ്താലോ എന്ത് കിട്ടും?
നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ കിട്ടുമല്ലോ. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക കുട്ടികളെ? AT² ആണ്. സംശയമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാമല്ലോ? ഡയമെൻഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരെ അതെടുത്ത് എഴുതാം അല്ലേ? എഫ്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താ? AT² ആണ്. അപ്പോൾ FAT² ആണ് എനർജീൻ്റെ ഡയമെൻഷൻ വരിക ഇൻ ടേംസ് ഓഫ് ഫോഴ്സ്, ആക്സിലറേഷൻ ആൻഡ് ടൈം. അതായതാണ് ഓപ്ഷൻ FAT² എന്ന ഓപ്ഷൻ ഏതാ? ബി. അപ്പോൾ ഓപ്ഷൻ ബി. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. പാസ്കൽ സെക്കൻഡ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്, എനർജി, പ്രഷർ, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ പാസ്കൽ സെക്കൻഡ് അല്ലേ? പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാ? പ്രഷറിൻ്റെ യൂണിറ്റ് അല്ലേ? അല്ലേ? പാസ്കൽ സെക്കൻഡ് അല്ലേ? അപ്പോൾ ഈ പാസ്കൽ എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ യൂണിറ്റ്. ആ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് അപ്പോൺ ഏരിയ. ഫോഴ്സിൻ്റെ യൂണിറ്റ്, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എല്ലാവർക്കും പറഞ്ഞൂടെ? എന്താ? MLT⁻², അല്ലേ? ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? L² അല്ലേ? അപ്പോൾ എന്ത് പറ്റും? പ്രഷറിൻ്റെത് എന്ന് പറയുന്നത് ML⁻⁻1 T⁻², അല്ലേ വരിക? അല്ലേ? സെക്കൻഡ് ആകുമ്പോൾ ഇൻറ്റു ടി കൂടി ചെയ്താൽ എന്താണ് പാസ്കൽ സെക്കൻഡ് ഡയമെൻഷൻ വരിക? ML⁻⁻1 T⁻⁻1 അല്ലേ? ഇതാണ് പാസ്കൽ സെക്കൻഡിൻ്റെ ഡയമെൻഷൻ വരിക, ML⁻⁻1 T⁻⁻1. ഓക്കെ, അപ്പോൾ പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും പാസ്കൽ സെക്കൻഡ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അല്ല, അല്ലേ? പിന്നെ എനർജിയാണ്. എനർജി വേണമെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടേം വേണം, എന്നാൽ മാത്രമേ അവിടെ എനർജീൻ്റെ ഡയമെൻഷൻ ആവുള്ളൂ. അപ്പോൾ നമുക്ക് എനർജീനെയും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? പിന്നെ മൂന്നാമത്തെ ആരാളുള്ളത്? പ്രഷർ അല്ലേ? പ്രഷർ എന്ന് പറഞ്ഞാൽ പാസ്കൽ മാത്രമാണെങ്കിൽ പ്രഷറായിരുന്നു അല്ലേ? ഇവിടെ പാസ്കൽ സെക്കൻഡ് വന്നുകൊണ്ട് ഒരിക്കലും പ്രഷറും അല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സിയും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻ ഡി എന്താണ് വരിക? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഡി. ആൻസർ ഡി ആണ് വരിക, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ നിങ്ങൾ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല. കുറേയൊക്കെ നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് പറയാൻ പറ്റും, അല്ലേ? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ അങ്ങനെയല്ലേ ചെയ്തത്? പാസ്കൽ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫോഴ്സ് അല്ലാന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? കാരണം അത് ഫോഴ്സ് ബൈ ഏരിയ ആണ് പാസ്കൽ. അപ്പോൾ അതൊരിക്കലും ആവില്ല. എനർജി ആവില്ല, കാരണം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വരണം. പിന്നെ പ്രഷർ ഒരിക്കലും ആവില്ല, കാരണം എന്താ? പാസ്കൽ മാത്രമാണെങ്കിൽ പ്രഷറാണ്. അങ്ങനെയാണ് ബാക്കി ആര് മാത്രമേ ഉള്ളൂ? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഉള്ളൂ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ: സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. റീസൺ: ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് ആദ്യം സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി കേട്ടിട്ടുണ്ടോ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, സിമ്പിളാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഒരു എക്സാമ്പിൾ എടുത്താൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. സപ്പോസ് ഡെൻസിറ്റി ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു 19,300 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇനി ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അറിയാലോ, എത്രയാ? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഗോൾഡാണ് കാണേണ്ടത്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നുമില്ല, ഡെൻസിറ്റി ഓഫ് ഗോൾഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ? ഡെൻസിറ്റി ഓഫ് ഗോൾഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ എത്ര വരിക? 19,300 ബൈ എത്ര വരും? 1000 അല്ലേ? ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഗോൾഡ് എത്രയാണ്? 19.3 അല്ലേ? ഓക്കെ, ഇത് ഗോൾഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണോ? ഇനി ഇവിടെ ചോദിക്കുന്നത് എന്താ? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഇസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്നല്ല ആദ്യം പറഞ്ഞ്. എന്തുകൊണ്ടാണ്? ഡെൻസിറ്റി ഓഫ് ഒബ്ജക്ട് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ? ഈ കേസിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താ വരിക? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, നമ്മൾ ഏത് ഫ്ലൂയിഡാണോ കൺസിഡർ ചെയ്യുന്നത്, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ? ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി അല്ലേ? ഇതിന് ഡയമെൻഷൻ ഉണ്ടോ? ഇതിന് നോ ഡയമെൻഷൻ. ഓക്കെ, ഇനി റീസൺ: ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതും കറക്റ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സിക്സ്ത് ക്വസ്റ്റ്യൻ: the velocity v of a particle at time t is given by v is equal to at plus d by t plus c, where a, b and c are constants. The dimensions of a, b and c are respectively.
Sixth question. V is equal to AT plus D by T plus C. അല്ലേ? എല്ലാവർക്കും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഒക്കെ ഓർമ്മ ഉണ്ടോ? ഞാനിപ്പോൾ ഇക്വേഷൻ കൺസിഡർ ചെയ്യണേ. A is equal to B plus CD ആണെങ്കിൽ the dimension of A should be equal to dimension of B should be equal to dimension of CD. അല്ലേ? എല്ലാ ടേംസിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ ചെയ്യുക? എല്ലാ ടേംസിൻ്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കണ്ടേ? അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡി ബൈ ടി പ്ലസ് സി. അവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അവിടെ ഡി ബൈ ടി പ്ലസ് സി എന്നല്ല, ബി ബൈ ടി പ്ലസ് സി എന്നാണ്. ഓക്കെ, അപ്പോൾ ബി ബൈ ടി പ്ലസ് സി. നമുക്ക് എ ബി സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. റെഡി? ഇനി വെലോസിറ്റീൻ്റെ ഡയമെൻഷൻ എല്ലാവർക്കും അറിഞ്ഞൂടെ? എന്താ വെലോസിറ്റീൻ്റെ ഡയമെൻഷൻ വരിക? എന്താ വെലോസിറ്റീൻ്റെ ഡയമെൻഷൻ അറിയൂലേ? എന്താണ്? എൽ ടി റേസ് ടു -1 അല്ലേ? എൽ ടി റേസ് ടു -1 ആണ് അതിൻ്റെ ഡയമെൻഷൻ. അങ്ങനെയാണെങ്കിൽ ഈ എ ടി എന്ന് പറയുന്ന ടേമിനും എന്ത് തന്നെ ഉണ്ടാകാൻ പാടുള്ളൂ? എൽ ടി റേസ് ടു -1 എന്ന് പറഞ്ഞ ഡയമെൻഷനിൽ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലേ? ടൈമിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ടി ആ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടേമിന് കംപ്ലീറ്റ് ആയിട്ട് എൽ ടി റേസ് ടു -1 വരണമെങ്കിൽ ഈ എ എന്ന് പറയുന്ന ടേമിന് എന്ത് ഡയമെൻഷൻ ആയിരിക്കണം? എൽ ടി റേസ് ടു -2 ആവണ്ടേ അല്ലേ? എന്നാലല്ലേ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എൽ ടി റേസ് ടു -1 വരുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -2. ഓക്കെ, ഇനി ബിൻ്റെ ഡയമെൻഷൻ അല്ലേ? ഈ ടോട്ടൽ എത്ര കിട്ടണം? എൽ ടി റേസ് ടു -1 കിട്ടണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ബിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? ഇവിടെ ഒരു ടൈം എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി ഇല്ല, ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബിക്ക് ലെങ്ത് എൽ, അതിൻ്റെ ഡയമെൻഷൻ കിട്ടിയാൽ മാത്രമേ ഈ ടോട്ടൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് എന്ത് വരുള്ളൂ? എൽ ടി റേസ് ടു -1 വരുള്ളൂ അല്ലേ? അപ്പോൾ ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക? എല്ലായിരിക്കും. ഓക്കെ, ഇനി ഇത് ടോട്ടൽ എൽ ടി റേസ് ടു -1 കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ സിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ടി. ഓക്കെ, എൽ ബൈ ടി എന്ന് വെച്ചാൽ എന്താ? എൽ ടി റേസ് ടു -1 അല്ലേ? അപ്പോൾ ഡയമെൻഷൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ടി ആണ് വരിക. പ്രശ്നമല്ലോ. അപ്പോൾ ഏതാ വരിക? എൽ ടി റേസ് ടു -2 എൽ ടി. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എയിംസിനും എ പി എം ടിക്കും ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണല്ലേ? ഓക്കെ, ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഇക്വേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിലൊക്കെ പഠിച്ച ഒരു റിലേഷൻ ഉണ്ടാവുമല്ലോ പവറിൻ്റെ. എന്തായിരുന്നു പവർ എന്ന് പറഞ്ഞതായിരുന്നു? I²R അല്ലേ? പവർ P is equal to I²R. ഇവിടുന്ന് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതി കൂടെ എന്താ വരിക കുട്ടികളെ? R is equal to P/I² വരൂലേ അല്ലേ? P/I². പവറിൻ്റെ ഡയമെൻഷൻ എന്താ? പവറിൻ്റെ ഡയമെൻഷൻ എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈമാണ്. എനർജീൻ്റെ ഡയമെൻഷൻ നമുക്ക് അറിഞ്ഞൂടെ എന്താ? ml² T റേസ് ടു -2 അല്ലേ? പവർ എന്ന് പറയുമ്പോൾ ബൈ ടൈം ചെയ്യണം, ബൈ. I² എന്ന് പറയുമ്പോൾ എന്താ? അതിൻ്റെ ഡയമെൻഷൻ എന്താ? A² അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ ടി മേലേക്ക് പോയി കഴിഞ്ഞാൽ ml² T റേസ് ടു -3 അല്ലേ? മേലേക്ക് പോയാൽ ml² T റേസ് ടു -3 വരും. ഇനി A² മേലേക്ക് പോകില്ലേ? അപ്പോൾ എന്ത് വരും? A റേസ് ടു -2. അപ്പോൾ ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്താ വരിക കുട്ടികളെ? ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ml² T റേസ് ടു -3 A റേസ് ടു -2. ഇതേത് ഓപ്ഷൻ വരുന്നത്? ml² T റേസ് ടു -3 A റേസ് ടു -2. അപ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ 7 കഴിഞ്ഞു. ഓപ്ഷൻ ബി. ഇനി എന്താ ക്വസ്റ്റ്യൻ 8 പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഡിനോട്ട്സ് ദി dimensions ml² Q² where Q denotes the electric charge അല്ലേ? അപ്പോൾ എന്താ ഡയമെൻഷൻ തന്നിരിക്കുന്നത്? ml² Q² അല്ലേ? Q² എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് അല്ലേ? ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ എന്താ?
ക്യൂ ഇസ് ഈക്വൽ ടു ഐ ടി. അങ്ങനെയാണെങ്കിൽ ക്യൂവിൻ്റെ ഡയമെൻഷൻ എന്താ കുട്ടികളെ വരിക? എ ടി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനവിടെ റിപ്ലേസ് ചെയ്യാം. ഇപ്പം എന്ത് വരും? എം എൽ സ്ക്വയർ ബൈ ക്യൂ സ്ക്വയറിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം എ ടി ദി ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തൂടെ, ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ എ സ്ക്വയർ ടി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് മേലേക്ക് പോകില്ല, അപ്പോൾ എന്ത് വരും? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു എ റൈസ് ടു മൈനസ് ടു. ഇതാരുടെ ഡയമെൻഷനാണ്? ഓപ്ഷൻ ബി, ഹെൻറി അല്ലേ? ഹെൻറി എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷനാണ് ഹെൻറി അല്ലേ? ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. ക്വസ്റ്റ്യൻ 9. The speed v of ripples on the surface of water depends on surface tension sigma, density rho and wavelength lambda. The square of speed v is proportional to. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട് അല്ലേ? സർഫസ് ടെൻഷൻ സിഗ്മ, അതിൻ്റെ ഡയമെൻഷൻ എന്താ? സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എഫ് സിഗ്മ ഇസ് ഈക്വൽ ടു എഫ് ബൈ എൽ അല്ലേ? അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ ടി റൈസ് ടു മൈനസ് ടു ബൈ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എൽ അല്ലേ? അപ്പോൾ എന്ത് വരും? ഇതും കൂടെ കട്ടായി പോകില്ലേ? അപ്പോൾ ഡയമെൻഷൻ സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്? എം ടി റൈസ് ടു മൈനസ് ടു ആ വരിക. ഇനി അടുത്ത ക്വാണ്ടിറ്റി തന്നിരിക്കുന്നത് ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലേ? ഡെൻസിറ്റി റോ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയാണ് അല്ലേ? മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം ബൈ വോളിയത്തിൻ്റെ ഡയമെൻഷൻ എൽ ക്യൂബ്. അപ്പോൾ എന്ത് വരും? എം എൽ റൈസ് ടു മൈനസ് 3. ഇനി അടുത്തെന്താണ്? വേവ് ലെങ്ത് അല്ലേ? വേവ് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? എൽ. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്ക്വയർ ഓഫ് സ്പീഡ് എന്തിന് പ്രൊപ്പോർഷനാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ സ്ക്വയർ ഓഫ് സ്പീഡ് അല്ലേ, അതിനെന്ത് ഡയമെൻഷനാണ് വരിക? സ്പീഡിൻ്റെ ഡയമെൻഷൻ എന്താ? സ്പീഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താ വരിക കുട്ടികളെ? എൽ ടി റൈസ് ടു മൈനസ് 1 അല്ലേ? അല്ലേ? അപ്പോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലോ എന്ത് വരും? സ്ക്വയർ ഓഫ് സ്പീഡ് എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. അപ്പോൾ 4 ഓപ്ഷനിൽ ഏത് ക്വാണ്ടിറ്റിക്കാണ് എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 എന്ന് പറയുന്ന ഡയമെൻഷൻ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് തന്നിരിക്കുന്നത്? സിഗ്മ ബൈ റോ ലാംഡ എന്നല്ലേ? സിഗ്മ ബൈ റോ ലാംഡ അല്ലേ? നമുക്ക് ഓരോ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്ത് വരും? സിഗ്മേൻ്റെ ഡയമെൻഷൻ എത്രയാണ്? എം ടി റൈസ് ടു മൈനസ് 2 ആണ്. എം ടി റൈസ് ടു മൈനസ് 2 ബൈ, ഇനി റോയുടെ ഡയമെൻഷൻ എന്താണ്? എം എൽ റൈസ് ടു മൈനസ് 3 ആണ്. എം എൽ റൈസ് ടു മൈനസ് 3. പിന്നെ ലാംഡേൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എൽ ആണ് അല്ലേ? അപ്പോൾ എന്താ വരിക? എം എം ക്യാൻസൽഡ് ഔട്ട് അല്ലേ? പിന്നെ എന്ത് വരും? ഇവിടെ ടി റൈസ് ടു മൈനസ് 2 ഉണ്ടാവും. ഇവിടെ എൽ റൈസ് ടു മൈനസ് 3 ഇൻറ്റു എൽ. അപ്പോൾ എന്ത് വരും? എൽ റൈസ് ടു മൈനസ് 2. അത് മേലേക്ക് പോകില്ലേ? അപ്പോൾ ഇങ്ങനെയല്ലേ വരിക? ബൈ എൽ റൈസ് ടു മൈനസ് 2. ഇത് മേലേക്ക് പോയാൽ എന്ത് വരും? എൽ ടി റൈസ് ടു മൈനസ് 2 അല്ലേ? സോറി, എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. അപ്പോൾ സ്ക്വയർ ഓഫ് സ്പീഡിന് എന്ത് തന്നെയാണുള്ളത്? എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. ഓക്കെ, ഇത് ചിലപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ കൊടുത്തപ്പോൾ നമുക്ക് ഫസ്റ്റ് എ തന്നെ കൊടുത്തപ്പോൾ കിട്ടിയെന്നേ ഉള്ളൂ. അഥവാ എ കൊടുത്ത് കിട്ടിയില്ല എന്ത് ചെയ്യണം? അടുത്ത ബി ചെക്കേണ്ടി വരും, സി ചെക്കേണ്ടി വരും, ഡി ചെക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രൻസ് എക്സാമിന് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? ഇങ്ങനത്തെ ഡയമെൻഷൻസിൻ്റെ ക്വസ്റ്റൻ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് നോക്കുക. ഓപ്ഷൻസിൻ്റെ അകത്ത് എന്ത് ചെയ്യാമെന്ന് പുട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 10. The velocity v in centimeter per second of a particle is given in terms of time t in second by the equation v is equal to alpha t plus b by t plus c. The dimension of alpha, b and c are. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിന് സിമിലർ ആയിട്ടൊരു ക്വസ്റ്റനാണ്. എന്താണ്? v is equal to alpha t പ്ലസ് ബി ബൈ ടി പ്ലസ് സി അല്ലേ? എല്ലാ ടേംസിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? അപ്പോൾ എന്ത് വരും? ഡയമെൻഷൻ ഓഫ് വി ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആൽഫ ടി ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ബൈ ടി പ്ലസ് സി അല്ലേ? ഡയമെൻഷൻ ഓഫ് വി നമുക്കറിയാം എന്താണ്? എൽ ടി റൈസ് ടു മൈനസ് 1 ആണ്. ഇനി ഇവിടെ ആൽഫ ടി അല്ലേ ഉള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൽഫ ടി എന്ന് പറയുന്നൊരു ടേമിന് എൽ ടി റൈസ് ടു മൈനസ് 1 വരേണ്ടത്. ടൈമിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം എത്രയാണ്? ടി ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫയ്ക്ക് എന്ത് വരണം? ആൽഫ ടി റൈസ് ടു മൈനസ് 2 വരണ്ടേ? എന്നാലല്ലേ ഈ രണ്ട് സാധനം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എൽ ടി റൈസ് ടു മൈനസ് 1 വരുള്ളൂ. ഓക്കെ,
വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്താ പറയാം, ഡയമെൻഷൻ ഓഫ് ആൽഫ എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ, എൽ ടി റൈസ് ടു -2 ആണ്. ഓക്കെ, ഇനി ബീൻ്റെ ഡയമെൻഷൻ അല്ലേ, എൽ ടി റൈസ് ടു -1 വരണമെങ്കിൽ അടിയിൽ എന്തായാലും ടൈമാണുള്ളത് അല്ലേ. അപ്പോൾ ബീൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം, എൽ ആയിരിക്കണം ബൈ ടി. നമ്മൾ നേരത്തെ ചെയ്ത് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാം, ബീൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ആണ്, പിന്നെ സീൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ, ടി ആണ് അല്ലേ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക, ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ 11. If P represent radiation pressure, C represent speed of light, Q represent radiation energy striking a unit area per second, then non-zero integers x, y and z such that P raised to x, Q raised to y, C raised to z is dimensionless R. Okay, അപ്പോൾ തന്നിരിക്കുന്നത് P എന്ന് പറയുന്നത് റേഡിയേഷൻ പ്രഷറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും, പ്രഷർ അല്ലേ, പ്രഷർ. അതിൻ്റെ ഡയമെൻഷൻ എന്താ വരിക, ml raised to -1 t raised to -2 അല്ലേ. ഇനി അടുത്ത ക്വാണ്ടിറ്റി എന്താണ്, സി, സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലേ. അപ്പോൾ സ്പീഡിൻ്റെ ഡയമെൻഷൻ വരിക എന്താ കുട്ടികളെ, എൽ ടി റൈസ് ടു -1. പിന്നെ ക്യൂ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റേഡിയേഷൻ എനർജി സ്ട്രൈക്കിംഗ് എ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ ക്യൂയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എനർജീൻ്റെ യൂണിറ്റ് എന്താണ്, ml² t raised to -2 അല്ലേ, ബൈ സ്ട്രൈക്കിംഗ് എ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ L² ചെയ്യണം അല്ലേ. പെർ സെക്കൻഡ് എന്ന് കൂടി പറയുന്നതുകൊണ്ട് എന്ത് ചെയ്യണം, ബൈ ടി എന്ന് കൂടി ചെയ്യണം. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, L² ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഈ ടി മേലേക്ക് പോയാൽ എം ടി റൈസ് ടു -3. അപ്പോൾ നമുക്ക് പി സി ക്യൂ ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻ കിട്ടി അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, പി റൈസ് ടു എക്സ്, ക്യൂ റൈസ് ടു വൈ, സി റൈസ് ടു സെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ആയിരിക്കണം. ഡയമെൻഷൻലെസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 0 ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ്റെ അകത്ത് വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ, നമുക്ക് എക്സ് വൈ ആൻഡ് സെഡിൻ്റെ വാല്യൂസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് എന്ത് കിട്ടണം എന്നാ, ഡയമെൻഷൻലെസ് ആയിട്ട് കിട്ടണം. എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 0 എന്നുള്ള രീതിയിൽ കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വാല്യൂ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അവരെന്താ തന്നിരിക്കുന്നത്, എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് ഓപ്ഷനിൽ എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു 1, സെഡ് ഈസ് ഈക്വൽ ടു -1 അല്ലേ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പി റൈസ് ടു എക്സ്, പി എന്ന് പറഞ്ഞാൽ എന്താ, ml raised to -1 t raised to -2 അല്ലേ, ഹോൾ റൈസ് ടു എക്സിൻ്റെ വാല്യൂ 1 ആണ്. ഇനി അടുത്തത് ക്യൂ എന്ന് പറഞ്ഞാൽ അത്ര എം ടി റൈസ് ടു -3, എം ടി റൈസ് ടു -3 ഹോൾ റൈസ് ടു 1. പിന്നെ സി എന്ന് പറഞ്ഞാൽ എൽ ടി റൈസ് ടു -1 അല്ലേ. അപ്പോൾ എൽ ടി റൈസ് ടു -1 ഹോൾ റൈസ് ടു -1. അപ്പോൾ എന്താ കുട്ടികളെ പറ്റുക, ഇവിടെ എം അപ്പോൾ എന്താവും, m² വരും. ഇനി എൽ റൈസ് ടു -1 ഉണ്ട് ഇവിടെ എന്ത് വരും, ഈ -1 ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എൽ റൈസ് ടു -2 അല്ലേ. എൽ റൈസ് ടു -1 എൽ ഇൻറ്റു എൽ റൈസ് ടു -1, അപ്പോൾ എൽ റൈസ് ടു -2 ആവും. പിന്നെ ടി റൈസ് ടു -2, ടി റൈസ് ടു -2 ഉണ്ട്, അതേപോലെ തന്നെ ടി റൈസ് ടു -3 ഉണ്ട് അല്ലേ. അപ്പോൾ ടി റൈസ് ടു -5 ആവും അല്ലേ. ടി റൈസ് ടു -5 ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ ടി റൈസ് ടു -1 ഹോൾ റൈസ് ടു -1 വരും, അപ്പോൾ അത് ടി ആവും. അപ്പോൾ ടി റൈസ് ടു -5 ഇൻറ്റു ടി, അപ്പോൾ ടി റൈസ് ടു -4. അപ്പോൾ m² എൽ റൈസ് ടു -1 ടി റൈസ് ടു -4. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ലെസ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല, അപ്പോൾ ഇത് തെറ്റാണ്, ഓപ്ഷൻ എ അല്ല. നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം, ഓപ്ഷൻ ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയമെൻഷൻലെസ് ആവുന്നത് വരെ ചെയ്ത് നോക്കണം, ഏതാണെന്ന് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി അതുവരെ ചെയ്ത് നോക്കണം. അപ്പോൾ എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ആ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ചെക്ക് ചെയ്യാലോ. സെക്കൻഡ് ഓപ്ഷനിൽ എന്താ തന്നിരിക്കുന്നത്, എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു -1, സെഡ് ഈസ് ഈക്വൽ ടു 1 എന്നാ അല്ലേ. അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ പീൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, പി റൈസ് ടു 1, വൈ ക്യൂ റൈസ് ടു
-1 z raised to 1 അല്ലേ? അപ്പം എന്ത് വരും? ml raised to -1 t raised to -2 whole raised to 1 mt raised to -3 whole raised to -1 lt raised to -1 അല്ലേ? ഇവിടെ എം ഉണ്ട്, ഇവിടെ ഇത് മൈനസ് ഉള്ളിലേക്ക് വന്നാൽ എന്താ പറ്റുക? എം റൈസ് ടു -1 അല്ലേ? അപ്പോൾ എമ്മും എം റൈസ് ടു -1 ക്യാൻസലായി. ഇനി ഇവിടെ എൽ റൈസ് ടു -1 ഉണ്ട്, ഇവിടെ എൽ ഉണ്ട് അല്ലേ? അപ്പോൾ അതും പോയേ. ഇനി ഇവിടെ ടി റൈസ് ടു -2, ഇവിടെ ടി റൈസ് ടു -3 ഹോൾ റൈസ് ടു -1. അപ്പോൾ ഇവിടെ ടി റൈസ് ടു -3 മാറിയിട്ട് എന്താ കുട്ടികളെ? ടി റൈസ് ടു 3 ആവും. ഇവിടെ എന്താ ഉള്ളത്? ടി റൈസ് ടു -2 ആണ്. ഇൻറ്റു ടി റൈസ് ടു എന്താണ് വരിക? ഇവിടെ -1 അല്ലേ? ഓക്കെ, അപ്പോൾ ടി റൈസ് ടു -1 -2 ഇൻറ്റു ടി റൈസ് ടു -1 എന്ന് പറയുന്നത് എന്താ? ടി റൈസ് ടു -3 ഇൻറ്റു ടി റൈസ് ടു 3 എന്ന് പറയുന്നത് എന്തായും അല്ലേ? ടി റൈസ് ടു 0 വരും എന്ന് വെച്ചാൽ എന്താ? 1 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഡയമെൻഷൻലെസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എം റൈസ് ടു 0 എൽ റൈസ് ടു 0 ടി റൈസ് ടു 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടി. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്താ ആൻസർ? ഒരു ഓപ്ഷൻ ബി ആണ്. 12th question. The physical quantity having the dimensions m raised to -1 l raised to -3 t cube a square. m raised to -1 l raised to -3 t cube a square. അല്ലേ? ഓപ്ഷൻസ് എ റെസിസ്റ്റൻസ്, ബി റെസിസ്റ്റിവിറ്റി, സി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഡി ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ? റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ml square t raised to -3 a raised to -2. അപ്പോൾ എന്തായാലും ഓപ്ഷൻ എ അല്ല, റെസിസ്റ്റൻസ് അല്ല. ഇനി ബി എന്താണ്? റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷൻ അറിയോ? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? റിലേഷൻ നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചിട്ടുണ്ടാവില്ലേ? എന്താ? റോ ഈസ് ഈക്വൽ ടു RA/L അല്ലേ? അങ്ങനെയാണെങ്കിൽ റോ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് നമുക്കറിയാം, അതവിടെ നിൽക്കട്ടെ. ഏരിയൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? L² അല്ലേ? ലെങ്ത്തിൻ്റെത് L. അപ്പോൾ എന്ത് വരും? L ആണ് വരിക. അപ്പോൾ റെസിസ്റ്റിവിറ്റീൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് റോ ഈസ് ഈക്വൽ ടു എന്താ കുട്ടികളെ വരിക? റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ml² t raised to -3 a raised to -2 ഇൻറ്റു ഒരു ലെങ്ത്തും കൂടി കൊടുത്താൽ പോരെ അല്ലേ? അപ്പോൾ എന്ത് വരും? റെസിസ്റ്റിവിറ്റീൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ml³ t raised to -3 a raised to -2. അപ്പോൾ റെസിസ്റ്റിവിറ്റി അല്ല എന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. ഇനി മൂന്നാമത്തെ എന്താ ഉള്ളത്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ടിവിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി അല്ലേ? അപ്പോൾ കണ്ടക്ടിവിറ്റീൻ്റെ ഡയമെൻഷൻ എന്താ കുട്ടികളെ വരിക? കണ്ടക്ടിവിറ്റീൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും വരിക? 1 ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി അല്ലേ? അപ്പോൾ എന്ത് വരും? 1/m l raised to 3 t raised to -3 a raised to -2 അല്ലേ? അപ്പോൾ എന്താവും? m raised to -1 l raised to -3 t raised to 3 a raised to 2. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതിനെയല്ലേ സാധനം? m raised to -1 l raised to -3 t raised to 3 a² അല്ലേ? അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. 13th question. The dimensions of Planck's constant and angular momentum are respectively. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ ഡയമെൻഷൻ ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. എന്തായിരുന്നു പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ ഡയമെൻഷൻ? ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു കുട്ടികളെ? ജൂൾ സെക്കൻഡ് അല്ലേ? അപ്പോൾ ജൂളിൻ്റെ യൂണിറ്റ് ഡയമെൻഷൻ നമുക്കറിയാം. എന്താണ്? ml² t raised to -2 അല്ലേ? ഇൻറ്റു ടൈം, സെക്കൻഡ് ഉള്ളത് കൊണ്ട് ഇൻറ്റു ടൈം കൂടി ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ml² t raised to -1 കിട്ടും. ഓക്കെ, അത് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആംഗുലാർ മൊമെൻറ്റം L is equal to mvr അല്ലേ? അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താ വരും കുട്ടികളെ? ഡയമെൻഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് m എന്ന് പറഞ്ഞാൽ എന്താ? മാസ് അല്ലേ? അപ്പോൾ m. ഇനി v എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി അല്ലേ? അപ്പോൾ എന്ത് വരും? LT raised to -1. ഇനി r എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് അല്ലേ? അപ്പോൾ L. അപ്പോൾ എന്ത് വരും? ഡയമെൻഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ml² t raised to -1 അല്ലേ? അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിനും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും സെയിം ഡയമെൻഷനാണ്. എന്താണ്? ml² t raised to -1 ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കെ, 14th question.
If the dimensions of A and B are different, then which of the following operation is valid? ഇവിടെ ഓപ്ഷൻ സിയും ഡിയും എന്താ കാണിക്കുന്നത്? സി സബ്ട്രാക്ഷൻ കാണിക്കുന്നു, ഡി എഡിഷൻ. രണ്ട് ഡിഫറെൻറ്റ് ഡയമെൻഷൻസുള്ള ബോഡീസ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനോ ആഡ് ചെയ്യാനോ പറ്റുമോ? ഇല്ലല്ലോ. രണ്ടിൻ്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമേ സബ്ട്രാക്ഷനും എഡിഷനൊക്കെ പോസിബിൾ ആവുള്ളൂ അല്ലേ? ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് ഫോഴ്സസ് തമ്മിൽ ആഡ് ചെയ്യാം നമുക്ക്. പക്ഷേ ഫോഴ്സും ഡിസ്റ്റൻസും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെ ഒരു മീനിങ് ഇല്ലല്ലോ. അതേപോലെ ഫോഴ്സും ഡിസ്റ്റൻസും തമ്മിലേക്ക് സബ്ട്രാക്ഷനും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിയും ഡിയും തെറ്റാണ്. പിന്നെ ഓപ്ഷൻ ബി എന്താ? ഇ റൈസ് ടു മൈനസ് എ ബൈ ബി അല്ലേ? ഇ റൈസ് ടു എന്ന് പറയുന്നൊരു നമ്പർ ആയിരിക്കണ്ടേ അല്ലേ? അപ്പോൾ ഒരു ഡയമെൻഷൻ ഉണ്ടാകാൻ പാടില്ല അതിന്? ഇല്ല. അപ്പോൾ ബിയും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എ ബൈ ബി. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് വരിക, എ ബൈ ബി. ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഉള്ള ബോഡീസ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? സ്പീഡ് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെയും ടൈമിൻ്റെ ഡയമെൻഷൻസ് വേറെയല്ലേ? അത് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സ്പീഡിൻ്റെ ഡയമെൻഷൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റില്ല. ഓക്കെ, 15th ക്വസ്റ്റ്യൻ. Which two of the following 5 physical parameters have the same dimensions? Energy density, refractive index, dielectric constant, Young's modulus, magnetic field. അപ്പോൾ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ഡെൻസിറ്റി, എനർജി പെർ യൂണിറ്റ് വോളിയത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? എനർജി ഡെൻസിറ്റി എന്ന് പറയാം അല്ലേ? അപ്പോൾ എനർജീൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു കുട്ടികളെ? ml²T⁻²-2 അല്ലേ? ബൈ എന്ത് വരും? L3. ഓക്കെ, ക്യാൻസലിങ് ഔട്ട് എൽ. അപ്പോൾ എന്താ വരിക? ക്യാൻസൽ ഔട്ട് ചെയ്താൽ ml⁻⁻1 T⁻². അപ്പോൾ നമുക്ക് എനർജി ഡെൻസിറ്റീൻ്റെ ഡയമെൻഷൻ കിട്ടി. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്, അപ്പോൾ അതിനെ ബോധർ ചെയ്യേണ്ട. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നതും ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി തന്നെയാണ്. ഓക്കെ, പിന്നെ ഫോർത്ത് വൺ യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് വൈ, അതിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? y is equal to FL/A ഡെൽറ്റ എന്നൊക്കെ നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡയമെൻഷൻ എന്താ? ml⁻⁻2 ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് അല്ലേ? ഡയമെൻഷൻ L ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ L² ആണ്. ഡെൽറ്റ L എന്ന് പറയുമ്പോഴോ ലെങ്ത് തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ എന്താവും? EL ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ L² അല്ലേ? അതും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? L മേലേക്ക് പോകില്ല. അപ്പോൾ ml⁻⁻1 T⁻². ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലായിട്ടുണ്ട്? എനർജി ഡെൻസിറ്റിക്കും യങ്സ് മോഡുലസിനും സെയിം ഡയമെൻഷനിലാണ്. അപ്പോൾ എന്താണ് വരിക? 1 and 4. 1 and 4 ഏതാണ്? ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ. 16th ക്വസ്റ്റ്യൻ. The speed of light c, gravitational constant g and Planck's constant h are taken as fundamental units in a system. The dimensions of time in this new system should be. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആക്കി എടുത്തിരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ജി, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുതിയ സിസ്റ്റത്തിൽ ടൈമിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, സ്പീഡ് ഓഫ് ലൈറ്റ്, ഇതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് ഡയമെൻഷൻ ഒന്ന് എടുത്ത് എഴുതാം. ഓക്കെ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ അറിയോ? എന്താണ്? m⁻⁻1 L³ T⁻². എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലേ, അതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ F is equal to gmm/r². ആ എക്സ്പ്രഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ജീൻ്റെ ഡയമെൻഷൻ കിട്ടും. ഓക്കെ, പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് അതിൻ്റെ ഡയമെൻഷൻ എന്താ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു അല്ലേ? എന്താണ്? ml² T⁻⁻1. പിന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് c, അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ L⁻⁻1 അല്ലേ? ഇനി ഇത് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ എ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ്? g⁻², h⁻², c⁻⁻5/2 അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ വരിക? m⁻⁻1 L³ T⁻², whole raised to 1/2
ml square t raised to minus 1 whole raised to 1 by 2 lt raised to minus 1 whole raised to minus 5 by 2 അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യാം? എന്ത് വരും? എം റൈസ് ടു മൈനസ് 1 ബൈ 2 എൽ റൈസ് ടു 3 ബൈ 2 ടി റൈസ് ടു മൈനസ് 2 ബൈ 2 അല്ലേ? അപ്പം മൈനസ് 1. ഇനി ഇവിടെ എം റൈസ് ടു 1 ബൈ 2 എൽ റൈസ് ടു 2 ബൈ 2 അല്ലേ? അപ്പോൾ എൽ, പിന്നെ ടി റൈസ് ടു മൈനസ് 1 ബൈ 2 എൽ റൈസ് ടു മൈനസ് 5 ബൈ 2 ടി റൈസ് ടു 5 ബൈ 2 മൈനസ് 1 മൈനസ് 5 ബൈ 2 ക്യാൻസലായി 5 ബൈ 2 ആയി. ഓക്കെ, ഇനി എന്തൊക്കെയാണ് പോവുക? ഇവിടെ എം റൈസ് ടു മൈനസ് 1 ബൈ 2 ഉണ്ട്, എം റൈസ് ടു 1 ബൈ 2 ക്യാൻസലായി. പിന്നെ വേറെ എന്താണ്? ഇവിടെ ഒരു എൽ ഉണ്ട്, എൽ പ്ലസ് എൽ റൈസ് ടു 3 ബൈ 2 അപ്പോൾ എന്താവും? എൽ റൈസ് ടു 5 ബൈ 2 വരും. എൽ റൈസ് ടു 5 ബൈ 2 ഇൻറ്റു എൽ റൈസ് ടു മൈനസ് 5 ബൈ 2 ക്യാൻസലായി. ഓക്കെ, പിന്നെ ഇവിടെ ടി റൈസ് ടു മൈനസ് 1 ടി റൈസ് ടു മൈനസ് 1 ബൈ 2 അപ്പോൾ എന്താ? ടി റൈസ് ടു മൈനസ് 3 ബൈ 2 വരും ഇൻറ്റു ടി റൈസ് ടു 5 ബൈ 2. ഓക്കെ, ഇത് ചെയ്ത് എന്താ വരും കുട്ടികളെ? ടി റൈസ് ടു 5 മൈനസ് 3 ബൈ 2 അല്ലേ? അപ്പോൾ ടി റൈസ് ടു 2 ബൈ 2 അപ്പോൾ എന്താ കിട്ടിയിട്ട് ടി. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ഓഫ് ടൈം തന്നെ കിട്ടി. അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നമുക്ക് ഓപ്ഷൻ എ തന്നെ കിട്ടിയതുകൊണ്ട് സൗകര്യമായി, ഇല്ലെങ്കിൽ എയും ബിയും സിയും ഒക്കെ ട്രൈ ചെയ്യേണ്ടി വരും. 17th question. If the dimensions of a physical quantity are given by m raised to a, l raised to b, t raised to c. m raised to a, l raised to b, t raised to c, then the physical quantity will be. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് പോകാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്? എ ഈസ് ഈക്വൽ ടു 0, ബി ഈസ് ഈക്വൽ ടു മൈനസ് 1, സി ഈസ് ഈക്വൽ ടു മൈനസ് 2 അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരും കുട്ടികളെ? എം റൈസ് ടു 0, എൽ റൈസ് ടു മൈനസ് 1, ടി റൈസ് ടു മൈനസ് 2 അല്ലേ? അത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ആണോ? അല്ലല്ലോ. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? എം എൽ ടി റൈസ് ടു മൈനസ് 2 അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ്, തെറ്റാണ്. ഇനി ബി നോക്കാലോ. ബിയിൽ എന്താ? എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു മൈനസ് 1, സി ഈസ് ഈക്വൽ ടു മൈനസ് 2 അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരും കുട്ടികളെ? എം റൈസ് ടു 1, എൽ റൈസ് ടു മൈനസ് 1, ടി റൈസ് ടു മൈനസ് 2. ഇത് പ്രഷറിൻ്റെ ഡയമെൻഷൻ ആണോ എന്നാണ്. പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്താണ്? എം എൽ റൈസ് ടു മൈനസ് 1, ടി റൈസ് ടു മൈനസ് 2 അല്ലേ? എം എൽ റൈസ് ടു മൈനസ് 1, ടി റൈസ് ടു മൈനസ് 2 അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, പ്രഷർ ഇഫ് എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു മൈനസ് 1, സി ഈസ് ഈക്വൽ ടു മൈനസ് 2. ഇനി ക്വസ്റ്റ്യൻ 18 എന്താണ്? ദ ഡയമെൻഷൻ ഓഫ് മ്യൂ 0 എപ്സിലോൺ 0 ഹോൾ റൈസ് ടു മൈനസ് 1 ബൈ 2 അല്ലേ? എന്താണ്? മ്യൂ 0 എപ്സിലോൺ 0 ഹോൾ റൈസ് ടു മൈനസ് 1 ബൈ 2. ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടി എഴുതിക്കൂടെ? 1 ബൈ റൂട്ട് ഓഫ് മ്യൂ 0 എപ്സിലോൺ 0 എന്ന്. 1 ബൈ റൂട്ട് ഓഫ് മ്യൂ 0 എപ്സിലോൺ 0 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ എന്താ? ഈക്വൽ ടു സി. എന്ന് വെച്ചാൽ എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഡയമെൻഷൻ എന്താ കുട്ടികളെ? സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എൽ ടി റൈസ് ടു മൈനസ് 1 അല്ലേ? അപ്പോൾ എന്താണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി. 19th question. ഡയമെൻഷൻസ് ഓഫ് കപ്പാസിറ്റൻസ് ആർ. എങ്ങനെ നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റുക? ഏതെങ്കിലും റിലേഷൻ വെച്ച് കണ്ടുപിടിക്കാം. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? ഈ ചാർജിന് വേണമെങ്കിൽ എനിക്കെങ്ങനെ പറയാം? ഇൻ ടേംസ് ഓഫ് കറണ്ട് ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ചാർജ് എന്താ കുട്ടികളെ വരിക? എ ടി അല്ലേ? ഇനി വി ഈക്വൽ ടു എന്താണ്? ഐ ആർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ വരിക? വി ഈസ് ഈക്വൽ ടു കറണ്ടിൻ്റെ ആണെങ്കിൽ ഈ റെസിസ്റ്റൻസിൻ്റെ ആണെങ്കിലോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ? എന്ത് വരും? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 3 എ റൈസ് ടു മൈനസ് 2 അല്ലേ? അപ്പം എന്ത് വരും? ഡയമെൻഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 3 എ റൈസ് ടു മൈനസ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് കപ്പാസിറ്റൻസിൻ്റെ വരിക? കപ്പാസിറ്റൻസിൻ്റെ എന്ന് പറഞ്ഞാൽ എ ടി ബൈ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 3 എ റൈസ് ടു മൈനസ് 1. ഓക്കെ, അപ്പോൾ എന്ത് വരും?
എം മേലേക്ക് പോകും, എം റേസ് ടു മൈനസ് 1, എൽ റേസ് ടു മൈനസ് 2, ടി റേസ് ടു മൈനസ് 3 മേലേക്ക് പോകുമ്പോൾ 4 ആവും അല്ലേ, ടി റേസ് ടു 3 ഇൻറ്റു ടി, അപ്പോൾ ടി റേസ് ടു 4. പിന്നെ എ റേസ് ടു മൈനസ് 1 മേലേക്ക് പോയാൽ എന്ത് വരും, എ ഇൻറ്റു എ സ്ക്വയർ അല്ലേ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ എം റേസ് ടു മൈനസ് 1, എൽ റേസ് ടു മൈനസ് 2, ടി റേസ് ടു 4, എ സ്ക്വയർ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ, എം റേസ് ടു മൈനസ് 1, എൽ റേസ് ടു മൈനസ് 2, ടി റേസ് ടു 4, എ സ്ക്വയർ. ഓപ്ഷൻ എ. ഓക്കെ, ഇനി 20th ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? ഇഫ് സി ആൻഡ് ആർ ഡിനോട്ട് കപ്പാസിറ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ദെൻ ദ ഡയമെൻഷൻ ഓഫ് സി ആർ. ഓക്കെ, അപ്പോൾ സി ആറിൻ്റെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട. ഓക്കെ, നമുക്കിവിടെ അറിയാലോ എന്താ സീൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എം റേസ് ടു മൈനസ് 1, എൽ റേസ് ടു മൈനസ് 2, ടി റേസ് ടു 4, എ സ്ക്വയർ ആണ് കപ്പാസിറ്റൻസിൻ്റെ ഡയമെൻഷൻ അല്ലേ. മൾട്ടിപ്ലൈഡ് ബൈ റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എത്ര കുട്ടികളെ? എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 3, എ റേസ് ടു മൈനസ് 2 അല്ലേ. എം ക്യാൻസൽഡ്, എൽ ക്യാൻസൽഡ്, പിന്നെ എ റേസ് ടു 2, എ റേസ് ടു മൈനസ് 2 ക്യാൻസൽഡ്, പിന്നെ ടി റേസ് ടു 4, ടി റേസ് ടു മൈനസ് 3. ഓക്കെ, അപ്പോൾ എന്താ ബാക്കി വരിക? ടി. ഓക്കെ, അപ്പോൾ സി ആറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? ടി ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക. എന്താണ്? എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി. ഓപ്ഷൻ എ. ഓക്കെ.